Okay, so we will unbox the smartwatch Amazfit GTR 3 Pro. Amazfit is the brand side the latest premium pro smartwatch Amazfit GTR 3 Pro. I personally really impressed with this smartwatch. There are a lot of features. It's a pro premium level smartphone. But we have features and specifications. That's why we will see this video. You can Mr. Perfect Tech on the YouTube channel. Waste Let's roll. This is Amazfit GTR 3 Pro in packaging. Packaging unboxing obviously smartwatch and documentation, manual and charging cable. This smartwatch build and design black silicone strap. Two options black silicone strap and brown leather strap options. A blackish dark grey metal build and premium feel, premium look. That's metallic build and silicone strap very comfortable. Smooth premium quality material this straps and metal build. This smartwatch straps this basically removable 22mm straps. So you third party straps fit no issues. Buckle metallic. So overall a premium finish, premium look. Back an elegant smooth black finish. Nadukku sensor and 2 points dot. That's basically the charging port. So in the charging cable that's magnetic. So we automatically snap right side 2 crowns buttons dials 2 crowns മേലുള്ള crown ആണ് main crown. ഈ crown നമുക്ക് തിരിക്കാനും പറ്റും. അതിനോടൊപ്പം തന്നെ പ്രസ് ചെയ്യാനുള്ള ഫീച്ചറും വരുന്നുണ്ട്. താഴത്തെ crown basically വർക്കൗട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഷോർട്ട് കട്ട് ആണ്. അത് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് മോഡ്സ് ആക്ടിവേറ്റ് ആവും. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഈ 2 ക്രൗൺസിന്റെ നടുവിൽ അതായത് വാച്ചിന്റെ റൈറ്റ് സൈഡിലായിട്ട് മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ സ്പീക്കറിന്റെ ഓപ്ഷൻ, സ്പീക്കർ സ്ലോട്ടും വരുന്നുണ്ട്. സോ മൈക്ക് ആൻഡ് സ്പീക്കർ സപ്പോർട്ട് വരുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ കാണിച്ചു തരാം. 5 ATM വാട്ടർ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് വാച്ച് ആണ്. സോ നിങ്ങൾക്ക് ഇത് സ്വിമ്മിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ നീന്താൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററും പിന്നെ കാലറീസ് ഒക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. 32 gram ആണ് ഈ വാച്ചിന്റെ വെയിറ്റ്. സോ തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. സോ കംഫർട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. ഈ സ്മാർട്ട് വാച്ചിന്റെ സെറ്റപ്പ് പ്രോസസ്സ് വളരെ ഈസി ആണ്. സെപ്പ് ആപ്പ് ആണ് ആ ആപ്പിന്റെ പേര്. ഓക്കെ, ZEPP ആപ്പ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈലിലേക്ക് പോകണം. ആഡ് പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഡയറക്ട്ലി QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനുവലി നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി കണക്ഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് നമുക്ക് ഈ വാച്ചിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് അറിയാം. വളരെ ബ്യൂട്ടിഫുൾ, വലിയൊരു ഡിസ്പ്ലേ ആണ്, എന്നാലും വളരെ ക്രിസ്പ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1.45 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 480x480 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 331 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. പിന്നെ എഡ്ജസിൽ കർവ് വരുന്നുണ്ട്. 70.6% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ ഒരു പോപ്പിംഗ് കളേഴ്സും വൈബ്രന്റ് കളേഴ്സും ഡീപ് ബ്ലാക്സ്, പ്യൂർ ബ്ലാക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. അത് AMOLED ഡിസ്പ്ലേ ഒരു സ്പെഷ്യാലിറ്റി ആണ്. 1000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ആവശ്യത്തിനധികം ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും മാനുവലി വെക്കാതെ അത് ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓട്ടോ ബ്രൈറ്റ്നസ് ഫീച്ചറും വരുന്നുണ്ട്. അത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്തോളും. സോ അത് പുറത്ത് നിങ്ങൾ വെയിലത്തൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് കൂട്ടും. സ്പെഷ്യലി പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് എല്ലാം വായിക്കാൻ പറ്റും, ക്രിസ്പായിട്ട് കാണാൻ പറ്റും. പിന്നെ നോർമലി എല്ലാ സ്മാർട്ട് വാച്ചിൽ വരുന്ന ഒരു ഫീച്ചറാണ് റേസ് ടു വേക്ക്. അതായത് നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ഓൺ ആവും. ഇത് ഇവിടെയും വരുന്നുണ്ട്, നോ ഇഷ്യൂസ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ആണ് സെൻസിറ്റിവിറ്റി. അതായത് എത്ര സെൻസിറ്റീവ് ആയിരിക്കണം, നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ എത്ര സെൻസിറ്റിവിറ്റി വേണം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫീച്ചറാണ്, അതെന്നെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്തൊരു ഫീച്ചറാണ്. അതാണ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഈ ഒരു റേസ് ടു വേക്ക് ഫീച്ചർ നല്ലതാണ്. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല മുറിയിലൊക്കെ നല്ല ഇരുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കൊണ്ടുവരുമ്പോൾ അതങ്ങ് കത്തിങ്ങ് വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പെഷ്യലി നമ്മൾ സ്ലീപ്പൊക്കെ ട്രാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ. അത് മറികടക്കാൻ വേണ്ടി ഇവിടെ സ്കെഡ്യൂളിൻ്റെ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ 10:00 ഉറങ്ങാൻ പോകുന്നതെങ്കിൽ 10:30 to 6 o'clock രാവിലെ 6 മണി വരെ നമുക്ക് ആ ഒരു സംഭവം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആയിക്കോളും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും അത് സ്വിച്ച് ഓൺ ആവും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചറാണ്. സോ ദാറ്റ്സ് റിയലി നൈസ്. ഏത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ക്ലോക്ക് ഫേസ്. ഇവിടെ ഒരുപാട് ക്ലോക്ക് ഫേസിൻ്റെ ഓപ്ഷൻ, ഏകദേശം 150 ഫ്രീ ക്ലോക്ക് ഫേസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. മിനിമലിസ്റ്റിക് ഉണ്ട്, മാക്സിമലിസ്റ്റിക് ഉണ്ട്. അതായത് കുറേ ഓപ്ഷൻസ് ഉള്ള ക്ലോക്ക് ഫേസിൻ്റെ ഫീച്ചർ ഉണ്ട്. ഈവൻ ആനിമേറ്റഡ് ക്ലോക്ക് ഫേസിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. ഇതിൽ AMOLED ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്വിച്ച് ഓൺ ചെയ്താൽ കൂടുതൽ ബാറ്ററി കൺസംഷൻ ഉണ്ടാകും. കാരണം ഡിസ്പ്ലേ എപ്പോഴും കത്തി കിടക്കുകയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കാം. അതായത് എന്തൊക്കെ ഫീച്ചേഴ്സും എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൽ കിട്ടുന്നത്. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ
ക്ലോക്ക് ഫേസ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹോം പേജ് എന്ന് പറയാൻ പറ്റും. നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈം ആൻഡ് ഡേറ്റ് കാണാനുള്ള സംഭവമുണ്ട്. ആമസോൺ എലക്സയുടെ ഫീച്ചറും വരുന്നുണ്ട്. സോ ഇവിടെ എലക്സ കമ്പാറ്റബിൾ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. തമിഴിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വെതർ ഓപ്ഷൻ ഉണ്ട്, ഫോർകാസ്റ്റ് ഉണ്ട്, PI സ്കോർ ഉണ്ട്, അലാറം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് തിരിച്ച് മെയിൻ ക്ലോക്ക് ഫേസിലേക്ക് പോകാം. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം ഇവിടെയാണ് നമ്മൾ നോർമലി സ്മാർട്ട് ഫോണിൽ കാണുന്ന ഒരു ടോഗിൾസ് ഉണ്ടല്ലോ, ആ ടോഗിൾസ് ഇവിടെയും വരുന്നുണ്ട്. ടോർച്ചിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും, നമുക്ക് ടോർച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കരമായ ലൈറ്റ് ഇല്ലെങ്കിലും ടേബിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നമ്മൾ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിനോടൊപ്പം തന്നെ ഈ ബ്രൈറ്റ്നസിൻ്റെ ഫീച്ചർ ഉണ്ട്, അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണ് കിടക്കുന്നത്, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ബ്രൈറ്റ്നസ് ആണ്, ടോപ്പ് ബ്രൈറ്റ്നസ് ഒക്കെ, പീക്ക് ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് വെച്ചാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും, നോ ഇഷ്യൂസ്. ക്ലോക്ക് ഫേസിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ബേസിക്കലി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഏത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ പറ്റും, ടേൺ ഓൺ ടേൺ ഓഫ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഞാൻ ആപ്പിൻ്റെ സെക്ഷനിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹെൽത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു സമ്മറി കാണിക്കുന്നുണ്ട്. അതായത് എത്ര തവണ നമ്മൾ എഴുന്നേറ്റ് നിന്നു, എത്ര സ്റ്റെപ്സ് നടന്നു, ആ സംഭവമൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒന്നുകൂടെ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ BPM, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്, PI സ്കോർ വരുന്നുണ്ട്, മ്യൂസിക് പ്ലെയർ ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ചിലുള്ള ആപ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ മേളത്തെ ക്രൗൺ ഉണ്ടല്ലോ, മേളത്തെ ഡയൽ, അത് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആപ്പ് ഡ്രോറിലേക്ക് വരും. പിന്നെ നമുക്ക് മേളിലേക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് വേറെ ആപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഇൻ്റർഫേസിലൂടെ സ്ക്രോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ഡൗൺ സ്ക്രോൾ അപ്പ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ക്രൗൺ ഉണ്ടല്ലോ, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രിസൈസ് മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്, നമ്മൾ തിരിക്കുമ്പോൾ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും കൂടെ കിട്ടുന്നുണ്ട്. ഈ സ്മാർട്ട് വാച്ച് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒരു തവണ പോലും ഇത് സ്റ്റക്കോ ഗ്ലിച്ചോ ലാഗ് ഒന്നും വന്നിട്ടില്ല. സോ വളരെ സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ZEP ആപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട്, അതായത് നമ്മുടെ PI സ്കോർ വരുന്നുണ്ട്, സ്ലീപ്പ് ആക്ടിവിറ്റി ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റർ സ്കോർസ് ഉണ്ട്, സ്ട്രെസ്, ബ്ലഡ് ഓക്സിജൻ എല്ലാം വരുന്നുണ്ട്, വെയിറ്റ്, BMI, കുറേ കാൽക്കുലേഷൻ, കുറേ നമ്പേഴ്സ്, കുറേ ഇൻഫോർമേഷൻ ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഹെൽത്ത് ടാബിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, സോ വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്സ്, സോ എത്ര സ്റ്റെപ്സ് വേണം, ടാർഗറ്റ് എന്തായിരിക്കണം, ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് വാച്ചുമായിട്ട് സിങ്ക് ആയിക്കോളും, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് നമ്മൾ പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സും ഓപ്ഷൻസ് ഒക്കെ ത്രൂ ദിസ് ആപ്പ്. ഫസ്റ്റ് ഓപ്ഷനാണ് സ്റ്റോറിൻ്റെ. ഇതാണ് ബേസിക്കലി നമ്മുടെ വാച്ച് ഫേസിൻ്റെ സ്റ്റോർ. ഓക്കെ, ഒരുപാട് വാച്ച് ഫേസ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മിനിമലിസ്റ്റിക്, മാക്സിമലിസ്റ്റിക്, ആനിമേറ്റഡ് എല്ലാ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആപ്പ് സ്റ്റോർ, അതായത് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോം കണക്റ്റ്, വാട്ടർ ടൈം, BMI, പ്രഗ്നൻസി അസിസ്റ്റ്, വാച്ച് സ്റ്റോറേജ് സ്പേസ്, ബ്രഷ് ടീത്ത്, അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസ് ആൻഡ് റിമൈൻഡേഴ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണം, ഏതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യണം, ഏതൊക്കെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണ് വേണ്ടത്, അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസേബിൾ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഫോൺ കോൾ, അതായത് നമുക്ക് ഫോൺ കോൾ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ആണ് ഇതിൻ്റെ Amazon Alexa കമ്പാറ്റബിലിറ്റി. സോ ഇത് Alexa കമ്പാറ്റബിൾ ആണ്. സോ നമ്മുടെ വീട്ടിൽ Alexa ഡിവൈസസ് അല്ലെങ്കിൽ Alexa കമ്പാറ്റബിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലൂടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആയിരിക്കണം, നമ്മുടെ ഫോൺ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതാണ് മെയിൻ സെറ്റപ്പ്. അതൊക്കെ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലൂടെ സംസാരിച്ച് ബാക്കി Alexa ഡിവൈസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാച്ചിൽ മൈക്ക് ആൻഡ് സ്പീക്കറിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഹാൻഡ്സ് ഫ്രീ കോളിംഗ് ചെയ്യാൻ പറ്റും, കോൾ റിസീവ് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് ഡയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നോ ഇഷ്യൂസ്. നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ മൈക്കിൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല. ഓപ്പോസിറ്റ് ഫോൺ റിസീവ് ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. സോ നല്ല മൈക്ക് ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രസീവ് ആണ്, നല്ല ലൗഡ് സ്പീക്കറാണ്. ഈ ഒരു ചെറിയൊരു വാച്ചിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്പീക്കർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട് ആ സ്പീക്കറിൽ നിന്ന്. മറ്റൊരു ഫീച്ചർ വരുന്നുണ്ട്, അതായത് നമ്മുടെ TWS ഉണ്ടല്ലോ, വയർലെസ് ഇയർഫോൺസ്, അത് ഡയറക്റ്റ്ലി നമുക്ക് ഈ സ്മാർട്ട് വാച്ചുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് എപ്പോഴും സ്പീക്കറിലൂടെ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ, പ്രൈവറ്റ് ഫോൺ കോൾസ് ഒക്കെ ആണെങ്കിൽ സ്പീക്കറിലൂടെ സംസാരിക്കാൻ പറ്റണമെന്നില്ല. അതിനൊക്കെ ആ ഒരു ഫീച്ചർ
വളരെ വളരെ യൂസ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ ഈ സ്മാർട്ട് വാച്ചിൽ 2.3 GB ഫ്രീ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ MP3 ഫയൽസ് ലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ സെപ്പ് ആപ്പ് ഉണ്ടല്ലോ, സെപ്പ് ആപ്പിൽ മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഐഫോണിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം, ആൻഡ്രോയിഡ് ഫോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഡ്യുവൽ കമ്പാറ്റബിലിറ്റി ഉണ്ട്. സോ നോ ഇഷ്യൂസ്. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫോണിൻ്റെ ആവശ്യമില്ല. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് നടക്കാനൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് സ്മാർട്ട് വാച്ചിൽ നിന്ന് തന്നെ പാട്ട് കേൾക്കാൻ പറ്റും. ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ബയോമെട്രിക് സെൻസർ. ഇവിടെ ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 4-in-1 ബയോ ട്രാക്കറാണ്. അതായത് ബയോ ട്രാക്കർ 3.0ൻ്റെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. 4-in-1 ബയോ ട്രാക്കർ. അതായത് നമുക്ക് 4 ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് ഉണ്ട്, സ്ട്രെസ് ലെവൽ ഉണ്ട്, ബ്രീതിങ് റേറ്റ് ഉണ്ട്, പിന്നെ ബ്ലഡ് ഓക്സിജൻ മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് വാച്ചിലുള്ള ആപ്പ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ PA ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ, 1 ടാപ്പ് മെഷർമെൻറ്റ്, വർക്കൗട്ട് ഉണ്ട്, വർക്കൗട്ട് ഹിസ്റ്ററി, വർക്കൗട്ട് സ്റ്റാറ്റസ്, സ്ട്രെസ്, ആക്ടിവിറ്റി, സ്ലീപ്പ്, ഫോൺ. താഴെ കാണുന്ന ഈ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനിയും ഓപ്ഷൻസ് വരുന്നുണ്ട്. സൺ ആൻഡ് മൂൺ, കോമ്പസ്, ബാരോമീറ്റർ, ലേഡീസിന് വേണ്ടിയുള്ള മെൻസ്ട്രുവൽ സൈക്കിൾ ട്രാക്കിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ. ഈ സ്മാർട്ട് വാച്ചിൻ്റെ മറ്റൊരു ഇംപ്രസീവ് ഫീച്ചറാണ് ഇതിൻ്റെ വർക്കൗട്ട് കളക്ഷൻ. സോ വർക്കൗട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി താഴത്തെ ക്രൗൺ പ്രസ് ചെയ്താൽ മതി. സോ ഔട്ട്ഡോർ റണ്ണിങ്, വാക്കിംഗ്, ട്രെഡ്മിൽ, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, പൂൾ സ്വിമ്മിംഗ്, ക്ലൈംബിംഗ്, ഹൈക്കിംഗ്, എലപ്റ്റിക്കൽ, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. സോ കുറേ ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നല്ലതാണ്. GPS വരുന്നുണ്ട്. ഇൻബിൽട്ട് GPS ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂട്ടൊക്കെ, നിങ്ങൾ പുറത്ത് സൈക്ലിംഗ്, റണ്ണിങ്, വാക്കിംഗ് എന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ GPS ഉള്ളതുകൊണ്ട് നിങ്ങളുടെ റൂട്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെപ്സ് മെഷർമെൻറ്റ്, ഹാർട്ട് റേറ്റ് എല്ലാം സകലമാന സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ വാച്ചിൽ 450 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. Amazfit പറയുന്നതനുസരിച്ച് 12 ദിവസത്തെ ടിപ്പിക്കൽ യൂസ് ആണെങ്കിൽ 12 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടണമെന്നാണ്. പക്ഷേ ഡിപ്പെൻസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് എപ്പോഴും സ്വിച്ച് ഓൺ ആണെങ്കിൽ അതനുസരിച്ച് ബാറ്ററി കൺസംപ്ഷൻ കൂടും. പിന്നെ ഈ ഹാർട്ട് റേറ്റ് മോണിറ്റർ ആണെങ്കിലും GPS ആണെങ്കിലും എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ബാറ്ററി കൺസംപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 4-5 ദിവസം 6 ദിവസം എന്തായാലും കിട്ടണം, നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്താലും. ഒരു പ്രീമിയം സ്മാർട്ട് വാച്ച് ആണ്. ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ്, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് കാറ്റഗറിയും ലേശം പ്രീമിയം കാറ്റഗറി ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൈസ് ആണ് 18,999. സോ നിങ്ങൾ ഈ പ്രൈസ് കാറ്റഗറിയിലുള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വാച്ചാണ് Amazfitൻ്റെ GTR 3 Pro. തീർച്ചയായിട്ടും ഒരു പ്രോ സ്മാർട്ട് വാച്ചാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ലോങ് ടേം യൂസിന് വേണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു വാച്ചാണ് Amazfitൻ്റെ GTR 3 Pro. ഈ വാച്ചിൻ്റെ ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ വാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ ഫെക്ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.